ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദർശ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ചിക്കൻ ഷവർമ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഇത് കടയിൽ നിന്ന് മേടിക്കുന്നത് പോലെ തന്നെ നമുക്ക് വീട്ടിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ കുബൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഷവർമയ്ക്ക് വേണ്ട കുബൂസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. വെള്ളം എടുക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് ചൂടാവരുത്, അപ്പോൾ ഈസ്റ്റ് ആക്റ്റീവ് ആവില്ല. ചെറിയ ചൂടുവെള്ളം മതിയാകും. ഇനി ഒരു ബൗളിലോട്ട് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 10 മിനിറ്റ് ശേഷം ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ എക്സ്ട്രാ 2 സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടാണ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇതിന് മുകളിലായിട്ട് 1 സ്പൂൺ ഓയിൽ കൂടി ഒന്നാക്കി കൊടുക്കാം. മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നനഞ്ഞൊരു തുണി ഉപയോഗിച്ചൊന്ന് മൂടി വെക്കാം. ഈ സമയം നമുക്കിതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കോൺഫ്ലോറും പിന്നെ 1 സ്പൂൺ സോയാ സോസും 1 സ്പൂൺ റെഡ് ചില്ലി സോസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് കുറേശ്ശെ ഇട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. ഇപ്പോൾ ചിക്കനെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഡോ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് ഒന്ന് കുഴച്ച ശേഷം ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ എല്ലാം ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഒരു 7 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊരു നനഞ്ഞ തുണി കൊണ്ട് മൂടിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇത് പരത്തിയെടുക്കാൻ തുടങ്ങാം. ചപ്പാത്തിയുടെ അത്രയും കനം കുറച്ച് പരത്തണ്ട. നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ബോൾസും നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കാം. ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ചുട്ടെടുക്കാൻ തുടങ്ങാം. ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ഓരോന്നായിട്ടിട്ട് ചുട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. ഇതുപോലെ ചെറുതായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുബൂസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതെല്ലാം നമുക്കിതേപോലെ ചുട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ആദ്യം ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഒരു കുബൂസ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് മയോണൈസ് ആക്കി കൊടുക്കാം. ഈ മയോണൈസ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. നമുക്ക് മിക്സിയിൽ സിമ്പിളായിട്ട് മയോണൈസ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റെസിപ്പി വേണ്ടവരൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. മയോണൈസിന് മുകളിലായിട്ട് 1 സ്പൂൺ ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ശേഷം ഇതിലോട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം.
ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ആദ്യം കുബൂസ് 2 സൈഡിൽ നിന്നും റോൾ ചെയ്ത ശേഷം ബട്ടർ പേപ്പറിൽ ഇതുപോലെ റാപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും ഇതുപോലെ വീട്ടിലൊക്കെ തയ്യാറാക്കി കൊടുക്കുന്ന സമയത്ത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്നോളൂ. ബൈ ഫ്രം ആദർസ് വേൾഡ്.